മൂവാറ്റുപുഴ റോഡിൽ സബ്സ്റ്റേഷൻ പടിക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് വെള്ളവും ചെളിയും ഒഴുകിപ്പരന്നത് വ്യാപാരികളുടെ ഉൾപ്പെടെ പ്രതിഷേധത്തിന് കാരണമായി. കടകളുടെ ഉള്ളിലേക്ക് വെള്ളവും ചെളിയും ഒഴുകിയെത്തി. നാട്ടുകാർ വിവരമറിയിച്ചിട്ട് പ്രതികരിക്കാതിരുന്ന വാട്ടർ അതോറിറ്റി അധികൃതർ ഒടുവിൽ വാർഡ് കൗൺസിലർ ഇടപെട്ടതിനെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. മാതിരിപ്പള്ളി സബ്സ്റ്റേഷന് സമീപമുള്ള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ തകർന്നതിനെ തുടർന്ന് ശക്തമായ ജലപ്രവാഹമുണ്ടായി. ഇതേ തുടർന്ന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറി. കുത്തൊഴുകിൽ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ ചെളിയും മാലിന്യങ്ങളും കടകളിലേക്ക് പരന്നൊഴുകി. സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയെ വിവരമറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ കോൾ ആരും തന്നെ എടുത്തില്ല എന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഇവിടെ ഒരു 8-15 ആയിട്ട് ഈ പൈപ്പ് പൊട്ടി ഭയങ്കരമായ സ്പീഡിൽ വെള്ളം കയറി ഈ അടുത്തുള്ള കടയുടെ പാലക്കാടിന തോമസേൻ്റെ കടയിലേക്കും എൻ്റെ കടയിലേക്കും ഒക്കെ ഈ ചെളിയും വെള്ളവും എല്ലാം കൂടി കയറി ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഒടുവിൽ വാർഡ് കൗൺസിലർ CPS ബാലനെ വിവരമറിയിക്കുകയും കൗൺസിലർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള ജലവിതരണം നിർത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ജലപ്രവാഹം നിലച്ചത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്ന സംഭവം പതിവായതോടെ ഇതിനെതിരെ നാട്ടുകാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.